കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് കാരപ്പറമ്പിലെ 4 വയസ്സുകാരന്. കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വിദേശത്ത് നിന്ന് മരുന്നെത്തിച്ച് സംസ്ഥാന സർക്കാർ. ജർമ്മനിയിൽ നിന്നെത്തിച്ചത് ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റിഫോസിൻ. മസ്തിഷ്ക ജ്വരത്തിന്റെ മരുന്നുകൾ വിദേശത്ത് നിന്ന് എത്തിക്കുന്നത് ആദ്യം. വരും ദിവസങ്ങളിൽ കൂടുതൽ ബാച്ച് മരുന്നുകൾ എത്തിക്കും. സംസ്ഥാനത്ത് നിപ്പ ഭീതി ഒഴിയുന്നു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരിയ ലക്ഷണങ്ങളുമായുള്ള ചികിത്സയിലുള്ളത് ഒരാൾ. 472 പേർ സമ്പർക്ക പട്ടികയിൽ. നിപ്പ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുവാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. തിരഞ്ഞെടുപ്പിൽ BJPക്ക് 2 സീറ്റ്. നേട്ടം ചരിത്രത്തിലാദ്യമായി. 9 സീറ്റുകൾ നേടി ഇടത് അനുകൂല സംഘടന. ഒന്നിലൊതുങ്ങി കോൺഗ്രസ്. വോട്ടെണ്ണൽ പൂർത്തിയായത് തർക്കങ്ങൾക്കൊടുവിൽ. ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയാണ് രാജ്യത്തിനെന്ന് രാഹുൽ ഗാന്ധി. നിയന്ത്രിക്കുന്നത് അംബാനിയും അദാനിയും അടക്കമുള്ളവർ. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എല്ലാം ചക്രവ്യൂഹത്തിൽ പിടയുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് നികുതി ഭീകരത. കേന്ദ്ര ബജറ്റിനെതിരെയും ലോക്സഭയിൽ രാഹുൽ ഗാന്ധി. കർഷകർക്കും സാധാരണക്കാർക്കും ബജറ്റിൽ ഒന്നുമില്ല. അഗ്നിവീറുകൾക്ക് ബജറ്റിൽ 1 രൂപ പോലും നീക്കിവച്ചില്ലെന്നും രാഹുൽ. ഹിന്ദുത്വക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ബജറ്റ് തയ്യാറാക്കിയ 20 പേരിൽ 18 പേരും മേൽജാതിക്കാർ. ഹിന്ദുത്വയിൽ അഭിമാനിക്കുന്ന നിങ്ങൾ ഹിന്ദുക്കളല്ല. രാജ്യത്തെ 95% ആളുകളും ജാതി സെൻസസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി. ഡൽഹി IAS കോച്ചിംഗ് സെന്ററിലെ ദുരന്തം ലോക്സഭയിൽ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ മാഫിയെ പോലെയാണ് പല കോച്ചിംഗ് സെന്ററുകളും പ്രവർത്തിക്കുന്നതെന്ന് KC വേണുഗോപാൽ. ദുരന്തത്തിന്റെ ഉത്തരവാദി ആരായാലും കർശന നടപടി വേണമെന്ന് ഹൈബി ഈഡൻ. IAS കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി മാണിക്കം ടാഗോർ. പതിനാലാം ദിനത്തിലും അർജുൻ കാണാമറയത്ത്. തൃശൂർ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള 2 അംഗ സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടു. ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുപോകാൻ അനുമതി ലഭിച്ചില്ല. കേരളത്തിൽ നിന്ന് അതിവേഗം ഉപകരണങ്ങൾ എത്തിച്ചാലും കാലാവസ്ഥയിൽ മാറ്റം വരാതെ പുഴയിലേക്ക് ഇറങ്ങില്ലെന്ന് ജില്ലാ ഭരണകൂടം. ശിരൂരിൽ കാലാവസ്ഥ പ്രതികൂലം. വരുന്ന 21 ദിവസം മഴ പ്രവചനം. നിലവിൽ മുങ്ങാൻ സാധിക്കുന്ന സാഹചര്യമല്ലെന്ന് കാർവാർ ജില്ലാ ഭരണകൂടം. ശക്തമായ അടിയൊഴുക്കുണ്ടെന്നും ഭരണകൂടം. മാൽപ്പിയിൽ നിന്നുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും ദൗത്യത്തിൽ നിന്ന് പിന്മാറി. ശിരൂരിൽ നടക്കുന്ന തിരച്ചിലിനെ രാഷ്ട്രീയ വിഷയമാക്കേണ്ടതില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കർണാടക സർക്കാരിനെ വിമർശിക്കേണ്ടതില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം മാതൃകാപരം. തിരച്ചിൽ നിർത്തിവെക്കരുത്. അർജുന്റെ അമ്മയുടെ ശബ്ദം രാജ്യം കേൾക്കണമെന്നും ബിനോയ് വിശ്വം. പ്രതികരണം അർജുന്റെ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട് സന്ദർശിച്ച ശേഷം. വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടിൽ കേസ് ഡയറി ഹാജരാക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശം. വടകര പോലീസ് ഇൻസ്പെക്ടർ കേസ് ഡയറി ഹാജരാക്കണം. ഓഗസ്റ്റ് 12-ന് മുൻപ് ഹാജരാക്കണമെന്നും കോടതി. ഹൈക്കോടതി നിർദ്ദേശം. ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് MSF നേതാവ് PK മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുക. ഓഗസ്റ്റ് 12-ന്. പെരിയാറിലെ മലിനീകരണ നടപടികളിൽ വിചിത്ര ഉത്തരവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരായ നടപടികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഉത്തരവ്. ചെയർപേഴ്സന്റെ അനുമതിയില്ലാതെ നടപടിയെടുക്കരുതെന്ന് സർക്കുലർ. അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകുന്നതിനും വിലക്ക്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന്. പത്തനംതിട്ട ആനത്തോട്ടിൽ ഗവി യാത്രക്കാർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. പിടിയാന കാറിന്റെ ബോണറ്റ് കുത്തി നീക്കി. പിടിയാന പാഞ്ഞെടുത്തത് ചങ്ങനാശ്ശേരി കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ച കാറുകൾക്ക് നേരെ. യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ആർക്കും പരിക്കുകളില്ല. ഡൽഹി IAS അക്കാദമിയിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ടാൽവിന്റെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും. തിരുമല തച്ചോട്ടുകാവിലെ വീട്ടിൽ പൊതുദർശനം. അന്ത്യകർമ്മങ്ങൾ നാളെ നടക്കും.
കോച്ചിംഗ് സെന്ററിൽ മലയാളി വിദ്യാർത്ഥിയടക്കം 3 പേർ മുങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തി. ബേസ്മെന്റ് ഉടമയടക്കം 7 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കെട്ടിടത്തിന്റെ ഗേറ്റ് തകരാൻ കാരണമായ കാർ ഡ്രൈവർ അറസ്റ്റ്. കനത്ത കാലവർഷ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ, അങ്കണവാടികൾ, കിൻഡർ ഗാർഡൻ, മദ്രസ, ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയത്തിനും അവധി ബാധകമല്ല. കോഴിക്കോട്, തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലെയും നിലമ്പൂർ, ഏറനാട്, കൊണ്ടോട്ടി താലൂക്കുകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ കരുത്തരായ അർജന്റീനയ്ക്കെതിരെ സമനില പിടിച്ച ഇന്ത്യ. മത്സരത്തിൽ 2 ടീമും ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. മിനിറ്റുകൾ ശേഷിക്കെ ഇന്ത്യയ്ക്കായി സമനില ഗോൾ നേടി നായകൻ ഹർമൻപ്രീത് സിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ 2ാം മെഡൽ ലക്ഷ്യമിട്ട് മനു ഭാക്കർ. സരബ്ജോത് സിംഗിനൊപ്പം 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിൽ വെങ്കല മെഡൽ പോരാട്ടത്തിന് യോഗ്യത നേടി. യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യൻ സഖ്യം 3ാമത്. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ റമിത ജിൻഡാലിന് നിരാശ. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വിഭാഗത്തിൽ പുറത്തായി. റമിത ഫൈനലിൽ ഫിനിഷ് ചെയ്തത് 7ാം സ്ഥാനത്ത്. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് വീണ്ടും നിരാശ. 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷ വിഭാഗത്തിൽ അർജുൻ ബബുദ പുറത്തായി. 4ാം സ്ഥാനത്താണ് അർജുൻ ഫൈനൽ ഫിനിഷ് ചെയ്തത്. അമ്പെയ്ത്തിലും ഇന്ത്യക്ക് നിരാശ. പുരുഷ ടീം ഇനത്തിൽ ക്വാർട്ടറിൽ ഇന്ത്യ പുറത്തായി. തുർക്കിയോട് 6-2 ഇന്ത്യ തോറ്റത്. ഒളിമ്പിക്സ് ടെന്നീസിൽ സൂപ്പർ പോരാട്ടം. 2ാം റൗണ്ടിൽ റാഫേൽ നദാലിന് നൊവാക് ജോക്കോവിച്ചാണ് എതിരാളി. 14 ഫ്രഞ്ച് ഓപ്പൺ കിരീടമുള്ള നദാലും 24 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനായ ജോക്കോവിച്ചും നേർക്കുനേർ. ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ലൂയിസ് ഹാമിൽട്ടൺ ചാമ്പ്യൻ. കാറിന് ഭാരം കുറവായതിനാൽ ഒന്നാമതെത്തിയ ജോർജ് റസലിനെ അയോഗ്യനാക്കി. സീസണിൽ ഹാമിൽട്ടണിന്റെ ആദ്യ ജയം. ഡ്യൂറൻ കപ്പിനൊരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. കൊൽക്കത്തയിൽ പരിശീലനം തുടരുന്നു. ആദ്യ മത്സരം മുംബൈ സിറ്റിക്കെതിരെ ഓഗസ്റ്റ് 1-ന്. പാരീസ് ഒളിമ്പിക്സ് വനിതാ ഡബിൾസ് ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് തിരിച്ചടി. അശ്വനി തനീഷ സഖ്യത്തിന് തുടർച്ചയായ 2ാം തോൽവി. ജപ്പാനോട് നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെട്ടു. പുരുഷ ഡബിൾസിൽ സ്വാതിക് ചിരാഗ് സഖ്യത്തിന്റെ മത്സരം ഉപേക്ഷിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ വർഷം 1000 റൺസ് പിന്നിടുന്ന ആദ്യ താരമായി യശസ്വി ജയ്സ്വാൾ. 13 മത്സരങ്ങളിൽ നിന്ന് 64 ശരാശരിയിൽ 1023 റൺസാണ് ജയ്സ്വാൾ അടിച്ചെടുത്തത്. ശ്രീലങ്കയുടെ കുശാൽ മെൻഡിസാണ് പിന്നിൽ. വരും വർഷങ്ങളിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ വേദികൾ പ്രഖ്യാപിച്ചു ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ. 2025 ഏഷ്യ കപ്പിന് ഇന്ത്യ വേദിയാകും. ടൂർണമെന്റ് T20 ഫോർമാറ്റിൽ. 2027 ബംഗ്ലാദേശ് ആതിഥേയത്വം വഹിക്കും. ഏകദിന ഫോർമാറ്റിലായിരിക്കും മത്സരം. മഴ മുന്നറിയിപ്പിൽ മാറ്റം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. നാളെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും. കടൽ പ്രക്ഷുബ്ധമായി തുടരും. തീരദേശത്തുള്ളവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കണ്ണൂരിൽ 2ഇടത്തായി മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും. കേളകം അടയ്ക്കാത്തോടാണ് മലവെള്ളപ്പാച്ചിൽ. ശാന്തിഗിരി മേഖലയിലെ വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്.
വയനാട്ടിൽ മഴ കനക്കുന്നു. മേപ്പാടി, മുണ്ടക്കൈ, പുത്തുമല, ചൂരൽമല തുടങ്ങിയ ഭാഗങ്ങളിലും ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തും കനത്ത മഴ. ബാണാസുര ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിൽ നിലവിലെ ജലനിരപ്പ് 773.5 മീറ്റർ. ഡാമിന്റെ ഷട്ടർ തുറക്കുക 773.5 മീറ്ററിൽ. ഡാമിന്റെ പരിസരങ്ങളിലും പുഴയോരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ നിസ്കാര മുറി തർക്കം നടന്നത് വഴിതെറ്റിയ സംഭവമെന്ന ഖേദം പ്രകടിപ്പിച്ച മഹല്ല് കമ്മിറ്റി. സമുദായത്തെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടെന്നും വ്യക്തമാക്കി മഹല്ല് കമ്മിറ്റികൾ. കമ്മിറ്റി പ്രതികരണം: കോളേജ് മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇക്കാലം അത്രയും തുടർന്ന മതേതര നയം കോളേജ് ഇനിയും തുടരും. കുട്ടികൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്നും കോളേജ് പ്രിൻസിപ്പൽ. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കെതിരെ സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ യു ഉമേഷ് ശമ്പളവും ഡിഎയും തടഞ്ഞ് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നു. കോഴിക്കോട്ടുകാരനായ തന്നോട് പത്തനംതിട്ടയിൽ അന്വേഷണത്തിന് ഹാജരാകാൻ SP നിർബന്ധിക്കുന്നു എന്നും യു ഉമേഷ്. ആരോപണം പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നൽകിയ മറുപടി കത്തിൽ. സസ്പെൻഷൻ ഗ്രോ വാസുവിനെ സ്വീകരിക്കാൻ പോയതിൽ. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കണ്ണൂർ റൂറൽ SP. അന്വേഷണം തളിപ്പറമ്പ് സ്റ്റേഷനിലെ സീനിയർ CPO പ്രിൻസിനെതിരെ. രാഷ്ട്രീയ നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്ന നടപടിയെന്ന കണ്ണൂർ റൂറൽ SP. അതേസമയം കെ സുധാകരനെ സമൂഹ മധ്യത്തിൽ തെറിവിളിച്ച പോലീസുകാരനെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ആരോപണം. തൃശൂർ ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം. അപകടത്തിൽപ്പെട്ടത് ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കും ട്രാവലറും തമ്മിൽ. ഭർത്താവ് പോട്ട സ്വദേശി ജീസൺ മരിച്ചു. ഭാര്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ. ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിനെ എതിർദിശയിൽ നിന്നെത്തിയ ട്രാവലർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇത് 2 ദിവസത്തിനിടയിൽ സിഗ്നലിൽ നടക്കുന്ന 3ാമത്തെ അപകടം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുവാൻ നിർദ്ദേശിച്ച മുഖ്യമന്ത്രി. ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള നടപടി സ്വീകരിക്കണം. തീരുമാനമെടുത്ത പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെയാണ് ക്യാമ്പയിൻ. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയത് ജില്ലാ കളക്ടർമാർക്ക്. CKP പത്മനാഭന്റെ CPIM വിമർശനത്തിൽ പ്രതികരിച്ച് MV ഗോവിന്ദൻ. CKP പത്മനാഭന്റെ വിമർശനത്തിന് കണ്ണൂരിലെ CPM നേതാക്കൾ മറുപടി പറയും. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും സംസ്ഥാന സെക്രട്ടറി. ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിന് എവിടെ ചർച്ച ചെയ്യാനെന്നും മറുപടി. KPCC നേതൃത്വവും VD സതീശനും തമ്മിലുള്ള തർക്കം വാർത്തയാകുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ ചോരുന്നത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ നിർദ്ദേശം. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ച AICC. തിരുവനന്തപുരം മഞ്ചൂരിൽ വീട്ടിൽ കയറി യുവതിക്ക് നേരെ വെടിവെച്ച കേസിലെ അന്വേഷണം ആറ്റിങ്ങലിലേക്ക് വ്യാപിപ്പിച്ചു പോലീസ്. അക്രമി എത്തിയത് ആറ്റിങ്ങലിൽ നിന്നെന്ന സൂചന. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു പോലീസ്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനം. എയർഗൺ ആക്രമണം നടന്നത് ചെമ്പകശ്ശേരി സ്വദേശിനി ഷിനിക്ക് നേരെ. കോഴിക്കോട് ആവിക്കൽത്തോട് കോതി മാലിന്യ പ്ലാന്റ് പദ്ധതികൾ നിർത്തിവെച്ചു. തീരുമാനം കോഴിക്കോട് കൗൺസിൽ യോഗത്തിൽ. ജനകീയ രോഷത്തെ തുടർന്നാണ് നിർത്തിവെക്കൽ. പദ്ധതി നടപ്പാക്കുക വെസ്റ്റ് ഹിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭൂമിയിൽ. പ്രതിപക്ഷ വിജയം എന്ന UDF കൗൺസിലർമാർ. പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിഷയത്തിൽ താൽക്കാലിക പരിഹാരവുമായി ഉദ്യോഗസ്ഥർ. ഒരാഴ്ചയ്ക്കകം കോളേജ് ബസ് ലഭ്യമാക്കും. അടുത്ത ബാച്ചിന്റെ പഠനത്തിന് മുമ്പായി പുതിയ കെട്ടിടത്തിലേക്ക് കോളേജ് മാറ്റാനും തീരുമാനം. താൽക്കാലിക പരിഹാരമായത് PTA DMA അംഗങ്ങളുടെ യോഗത്തിൽ. വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിലെത്തുമെന്നും PTA അംഗങ്ങൾ.
സംസ്ഥാനത്ത് 7 സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആരംഭിക്കുന്നതായി മന്ത്രി ആർ ബിന്ദു. രാജ്യാന്തര സ്വഭാവത്തിലുള്ള അത്യാധുനിക ഗവേഷണം വികസിപ്പിക്കുക ലക്ഷ്യം. സെന്റേഴ്സ് ഓഫ് എക്സലൻസ് പ്രവർത്തിക്കുക സ്വയംഭരണ സ്ഥാപനങ്ങളിലായി. ഇതിന് സർക്കാർ 11.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി. കൊല്ലം ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അനുപമ പത്മകുമാറിന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. പഠനാവശ്യത്തിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു 3ാം പ്രതി അനുപമയുടെ വാദം. കേസിൽ KR പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരാണ് 3 പ്രതികൾ. പ്രതികളുടെ ലക്ഷ്യം മോചനദ്രവ്യം വാങ്ങി പണം സമ്പാദിക്കുക എന്നതായിരുന്നു. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ രേഖകൾ പരസ്യരേഖയല്ലെന്ന് ഹൈക്കോടതിയിൽ പിണറായി വിജയനും വീണ വിജയനും. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളിൽ പൊതുതാൽപര്യമില്ല. ആദായ നികുതി രേഖകൾ അനുസരിച്ച് അന്വേഷണം ആവശ്യപ്പെടാനാവില്ലെന്നും മറുപടി വാദം. ഇരുവരുടെയും വാദങ്ങൾ മാസപ്പടി കേസിലെ ഹർജി. ഇഡിക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ ഹർജി തള്ളി. സുപ്രീം കോടതി നടപടി ഹൈക്കോടതി പുറപ്പെടുവിച്ച ജാമ്യവിധി യുക്തിഭദ്രമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി വിധി വിചാരണയെ ബാധിക്കുമെന്ന ഇഡി വാദം കോടതി തള്ളി. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ വിചാരണയെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി. ജമ്മുകശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ സ്ഫോടനം, 4 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനം നടന്നത് സോപ്പോർ മേഖലയിൽ ട്രക്കിൽ നിന്ന് ആക്രി സാധനങ്ങൾ ഇറക്കുന്നതിനിടെ. സ്ഫോടനത്തിന്റെ കൃത്യമായ സ്വഭാവമോ പൊട്ടിത്തെറിച്ചത് എന്തെന്നോ വ്യക്തമായിട്ടില്ല. കൊല്ലപ്പെട്ട 4 പേരും പ്രദേശവാസികളെന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ബിരേൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്നത് ചർച്ചയിൽ വിഷയമായെന്ന് റിപ്പോർട്ട്. മണിപ്പൂർ കലാപത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. കൂടിക്കാഴ്ച ഡൽഹി BJP ആസ്ഥാനത്ത് വെച്ച്. പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണ ശതമാനം ഉയർത്തി ബീഹാർ സർക്കാർ നിയമനത്തിനുള്ള വിലക്ക് തുടരും. സംവരണ നിയമം റദ്ദാക്കിയ പട്ന ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സുപ്രീം കോടതി. SC/ST, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണം ഉയർത്തിയ നിയമം റദ്ദാക്കിയത് സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കാതെ സുപ്രീം കോടതി. മാനനഷ്ടക്കേസിൽ മേധ പട്കറിന് ജാമ്യം. മേധ പട്കറിനെതിരായ ശിക്ഷാവിധിക്ക് കോടതിയുടെ സ്റ്റേ. ജാമ്യം അനുവദിച്ചത് ദില്ലി സാകേത് സെഷൻസ് കോടതി. നടപടി കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേധ പട്കർ നൽകിയ അപ്പീലിൽ പരാതിക്കാരനായ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് നോട്ടീസ് അയച്ച് കോടതി. 5 ആഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം. പതഞ്ജലിയുടെ കൊറോണിൽ ഉപയോഗിച്ചാൽ COVID-19 ഭേദമാകുമെന്ന അവകാശവാദം പിൻവലിക്കണമെന്ന് ബാബ രാംദേവിനോട് ഡൽഹി കോടതി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള മരുന്ന് എന്ന ലൈസൻസാണ് കൊറോണലിന് ഉള്ളത്. പതഞ്ജലി പരസ്യം ചെയ്യുന്നത് കോവിഡിനുള്ള മരുന്നെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഹർജി നൽകിയത് ഡോക്ടർമാരുടെ സംഘടന. ഡൽഹി INA മാർക്കറ്റിലെ 2 ഹോട്ടലുകളിൽ തീപിടുത്തം. അഗ്നിബാധയിൽ 6 പേർക്ക് പരിക്കേറ്റതായി വിവരം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. അഗ്നിശമന ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല. കെട്ടിട നിർമ്മാണ നിയമങ്ങൾ ലംഘിച്ച് ഡൽഹി കരോൾ ബാഗിൽ പണിത കെട്ടിടങ്ങൾ പൂട്ടിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ സീൽ ചെയ്തത് 7 കെട്ടിടങ്ങളും 3 ബേസ്മെന്റുകളും. ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. നടപടി കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികളുടെ മരണം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ വീഴ്ച മൂലമെന്ന പരാതിക്ക് പിന്നാലെ. ഡൽഹി IAS കോച്ചിംഗ് സെന്റർ ദുരന്തത്തിൽ രാഷ്ട്രീയ പോര്. ആം ആദ്മി പാർട്ടിക്കും BJPക്കുമെതിരെ കോൺഗ്രസ്. ഡൽഹി സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചു BJP. മരിച്ച വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് MP സ്വാതി മലിവാൾ രാജ്യസഭയിൽ. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന.
തമിഴ്നാട്ടിൽ 24 മണിക്കൂറിനിടെ 3 കൊലപാതകം. മരിച്ചത് BJP അണ്ണാ DMK പ്രവർത്തകർ. കൊലപാതകങ്ങൾ BSP സംസ്ഥാന അധ്യക്ഷൻ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം നടന്ന 1 മാസം തികയും മുമ്പ്. ഇതിൽ 2 രാഷ്ട്രീയ ബന്ധമെന്ന സൂചന. ക്രമസമാധാന നില പരിപാലിക്കുന്നതിൽ DMK സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷ കക്ഷികൾ. മണിപ്പൂരിലെ കലാപത്തിന് സമാനമായ സാഹചര്യം മഹാരാഷ്ട്രയിലും സംഭവിക്കാമെന്ന് ശരത് പവാർ. എന്നാൽ ഐക്യവും സമത്വവും പ്രോത്സാഹിപ്പിച്ച നിരവധി പ്രമുഖരുടെ പാരമ്പര്യം സംസ്ഥാനത്തിനുണ്ട്. മണിപ്പൂരിലെ കലാപം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചില്ലെന്നും വിമർശനം. പവാറിന്റെ പരാമർശം മഹാരാഷ്ട്രയിൽ സംവരണത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ. രാജ്യവ്യാപകമായി 20-ലധികം വിവാഹം. ഫിറോസ് നിയാസ് ഷെയ്ഖ് എന്ന 43-കാരനെ പിടികൂടി പോലീസ്. പ്രതിപിടിയിലായത് മഹാരാഷ്ട്രയിലെ പാൽക്കർ ജില്ലയിൽ നിന്ന്. പരാതി നൽകിയത് മാട്രിമോണി വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ട് വിവാഹം കഴിച്ച നളസോപാര സ്വദേശിനി. 6 ലക്ഷം രൂപയും ലാപ്ടോപ്പും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഷെയ്ഖ് കൈക്കലാക്കിയെന്ന യുവതി പരാതിയിൽ. തെളിവുകൾ കണ്ടെടുത്ത പോലീസ്. വിദേശ വനിതയെ മഹാരാഷ്ട്ര സിന്ധുദുർഗ് വനത്തിലെ മരത്തിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തി. ഇവരെ കണ്ടെത്തിയത് ഇടയന്മാർ. കനത്ത മഴയിൽ 2-3 ദിവസമായി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഇവർ വനത്തിലായിരുന്നെന്ന നിഗമനം. അവശ്യ നിലയിലായ മധ്യവയസ്കയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പക്കൽ നിന്ന് US പാസ്പോർട്ടിന്റെ ഫോട്ടോകോപ്പിയും തമിഴ്നാട് വിലാസമുള്ള ആധാർ കാർഡുമടക്കമുള്ള രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇവരെ വനത്തിൽ ഉപേക്ഷിച്ചത് തമിഴ്നാട് സ്വദേശിയായ ഭർത്താവെന്ന് സംശയിക്കുന്നതായി പോലീസ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഡൽഹിയിൽ ഹെപ്പറ്റൈറ്റിസ് A കേസുകളിൽ വർധനവ്. ജൂണിൽ 22 കേസുകളും ജൂലൈയിൽ 20 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ജൻ സൂരജ് അഭിയാൻ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റാനൊരുങ്ങി രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ. ഒക്ടോബർ 2 മുതൽ പ്രവർത്തനം ആരംഭിക്കും. പാർട്ടി അംഗങ്ങളിൽ നിന്ന് നേതാക്കളെ തിരഞ്ഞെടുക്കും. പ്രശാന്ത് കിഷോറിന്റെ പദ്ധതി ബീഹാർ തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി രൂപീകരിക്കുവാൻ. പാർട്ടി JDU-വിനും RJD-ക്കും ഭീഷണിയാകാൻ സാധ്യത. വ്യാജ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസെടുക്കുവാൻ നിർദ്ദേശിച്ച ഡൽഹി കോടതി. നിർദ്ദേശം ആരോപണ വിധേയന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ വ്യാജ ആരോപണങ്ങൾ കുറ്റാരോപിതനായ വ്യക്തിയുടെ ജീവിതവും സമൂഹത്തിലെ നിലയും വിലയും നശിപ്പിക്കുമെന്നും കോടതി. പ്രത്യേക പദവിയും സ്ത്രീ സംരക്ഷണ നിയമങ്ങളും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് ഉപയോഗിക്കരുതെന്നും കോടതി. വാർത്താ സമ്മേളനത്തിനിടെ മൂക്കിൽ നിന്ന് രക്തസ്രാവം. കേന്ദ്രമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരോഗ്യനില തൃപ്തികരം. തനിക്ക് വിശ്രമമില്ലാത്തതിന്റെ സമ്മർദ്ദമെന്നും ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അഭ്യർത്ഥിച്ച് കുമാരസ്വാമി. ടോക്കിയോയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഗാന്ധിയുടെ സന്ദേശങ്ങളുടെ പ്രസക്തി ഊന്നി പറഞ്ഞു. പ്രതിമ സ്ഥാപിച്ചത് 3000-ഓളം ഇന്ത്യക്കാർ താമസിക്കുന്ന പ്രദേശത്ത്. മധ്യ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം. പോകാനിടമില്ലാതെ പലസ്തീൻ ജനത. ഗാസയുടെ ഏകദേശം 86% പ്രദേശങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണ മുന്നറിയിപ്പ് നിലനിൽക്കുന്നെന്ന് UN ഏജൻസി. ജൂലൈ 22-നും 25-നും ഇടയിൽ ഏകദേശം 12,600 പേർ ബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കുടിയിറക്കപ്പെട്ടെന്ന് റിപ്പോർട്ട്. വെനസ്വേലയിൽ 3ാം തവണയും അധികാരത്തിലേറി നിക്കോളാസ് മദൂറോ. എതിർ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസ് ഉറൂട്ടയെ നിക്കോളാസ് പരാജയപ്പെടുത്തിയത് 51% വോട്ട് നേടി. കമല ഹാരിസിന്റെ പ്രചാരണ ഫണ്ടിലേക്ക് ആദ്യ ആഴ്ച ലഭിച്ചത് $20 കോടി എന്ന റിപ്പോർട്ട്. സംഭാവന നൽകിയവരിൽ 66% പേരും ആദ്യമായാണ് പ്രചാരണ ഫണ്ടിലേക്ക് പണം നൽകുന്നതെന്നും വിലയിരുത്തൽ. അതേസമയം ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം ഡെമോക്രാറ്റുകൾ അട്ടിമറിച്ചതാണെന്ന ആരോപണവുമായി ഡൊണാൾഡ് ട്രംപ്.
എത്യോപ്യയിലെ ടെക്കസെ നദിയിൽ ബോട്ട് മറിഞ്ഞ് 19 മരണം. ബോട്ടിലുണ്ടായിരുന്നത് 26 പേർ, 7 പേരെ രക്ഷപ്പെടുത്തി. ജർമ്മനിയിൽ മിസൈൽ വിന്യസിക്കുവാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിൽ മുന്നറിയിപ്പുമായി റഷ്യ. മിസൈൽ വിന്യസിച്ചാൽ അമേരിക്ക ശീതയുദ്ധ മാതൃകയിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് വ്ളാഡിമിർ പുടിൻ. ആവശ്യമായ മുന്നൊരുക്ക നടപടികൾ സ്വീകരിക്കുമെന്നും പുടിൻ. യുദ്ധമുണ്ടായാൽ ശത്രുക്കളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഉത്തര കൊറിയ. യുഎസിനോടും ദക്ഷിണ കൊറിയയോടുമൊപ്പമുള്ള വിദ്വേഷം പ്രകടിപ്പിച്ച് സൈനിക ഉദ്യോഗസ്ഥർ. പരാമർശം 71ാമത് കൊറിയൻ യുദ്ധവിരാമ വാർഷിക ആഘോഷത്തിനിടെ. യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗൂഗിൾ ഇടപെടലുണ്ടായാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇലോൺ മസ്ക്. പ്രസിഡന്റ് ഡൊണാൾഡ് എന്ന ഗൂഗിളിൽ തെരഞ്ഞാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ഡക്ക് എന്നോ പ്രസിഡന്റ് ഡൊണാൾഡ് റീഗൻ എന്നോ ആണ് സെർച്ച് ഫലം വരുന്നതെന്ന് മസ്ക്. ഗൂഗിൾ ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ ട്രംപിന് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയവും മസ്ക് ഉന്നയിച്ചു. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു. ടേം ഡിപ്പോസിറ്റ് സ്കീമായ ബോബ് മൺസൂൺ ധമാക്ക ഡിപ്പോസിറ്റ് സ്കീമും പുതിയ സിസ്റ്റമാറ്റിക് ഡിപ്പോസിറ്റ് പ്ലാനുകളുമാണ് ലഭ്യമാക്കുന്നത്. 3 കോടിയിൽ താഴെയുള്ള നിക്ഷേപങ്ങൾക്കാണ് ഈ നേട്ടം ലഭിക്കുക. ബാങ്കിന്റെ 117ാം സ്ഥാപക ദിനം പ്രമാണിച്ചാണ് ഈ പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചത്. ജൂലൈ 26 വരെ 5 കോടിയിലധികം ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്തതായി ആദായ നികുതി വകുപ്പ്. ITR ഫയൽ ചെയ്യുവാനുള്ള സമയം ജൂലൈ 31 അവസാനിക്കും. ITR ഫയൽ ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടാൽ പിഴയൊടുക്കേണ്ടി വരും. ക്രിപ്റ്റോ കറൻസി ഇടപാടുകാർക്ക് വൻ തിരിച്ചടി നൽകി രാജ്യത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊന്നായ വസീറെക്സ്. ഹാക്കർമാർ തട്ടിയെടുത്ത $230 മില്യൺ ഉപയോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ വസീറെക്സിന്റെ നീക്കം. കഴിഞ്ഞ മാസം കമ്പനി പുറത്തുവിട്ട കണക്ക് പ്രകാരം വസീറെക്സ് ഉപയോക്താക്കൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ സൂക്ഷിച്ചിരുന്ന 45% ക്രിപ്റ്റോ കറൻസികളും തട്ടിപ്പുകാർ കൈക്കലാക്കിയിട്ടുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുത്ത ഹൈവേകളിൽ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ ദേശീയപാത 257 ബംഗളൂരു മൈസൂർ ഭാഗത്ത് പരീക്ഷണം നടത്തി. GNSS അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ നൽകുവാൻ കഴിയുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനം. ഉപഭോക്താക്കൾക്കിടയിൽ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി എക്സിൽ അനുവാദമില്ലാതെ വിവരശേഖരണം. എക്സിൽ അവതരിപ്പിച്ച AI ചാറ്റ്ബോട്ട് ഗ്രോക്കിന്റെ പരിശീലനത്തിന് വേണ്ടിയുള്ള വിവരശേഖരണമാണ് പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. ഡാറ്റ പങ്കുവയ്ക്കാനുള്ള ഓപ്ഷൻ അനുവാദമില്ലാതെ ഓൺ ചെയ്തു വെച്ചതാണ് എക്സിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരാൻ കാരണം. കേന്ദ്ര ബജറ്റിൽ പ്രോപ്പർട്ടി വിൽപ്പനയിലെ ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങൾ നീക്കം ചെയ്തത് തിരിച്ചടിയായി. റിയൽറ്റി വിപണിക്ക് 6480 കോടി രൂപയുടെ നഷ്ടം. പ്രോപ്പർട്ടികളിലെ നിക്ഷേപം കുറയുമെന്ന വിലയിരുത്തൽ. പഞ്ചസാരയുടെ താങ്ങുവില ഉടൻ തീരുമാനിക്കുമെന്ന് സർക്കാർ. MSP കിലോഗ്രാമിന് 42 രൂപയായി ഉയർത്തണമെന്ന ആവശ്യവുമായി വ്യവസായ സ്ഥാപനങ്ങൾ. 2024-25 പഞ്ചസാര ഉൽപാദനം പ്രതീക്ഷ നൽകുന്നതെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര. സെർച്ചിംഗിൽ തരംഗം സൃഷ്ടിച്ച ചാറ്റ് GPT ശേഷം വമ്പൻ നീക്കവുമായി OpenAI. സെർച്ച് GPT എന്ന പേരിൽ പുതിയ സെർച്ച് എഞ്ചിൻ ലോഞ്ചിങ്ങിന് ഒരുങ്ങി US കമ്പനി. സെർച്ച് എഞ്ചിന്റെ പ്രോട്ടോടൈപ്പ് പരീക്ഷിക്കുവാൻ വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്ത വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തിരിക്കാമെന്നും കമ്പനി. കോട്ടയം മണിപ്പുഴ ജംഗ്ഷന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടിച്ചത് 3 വാഹനങ്ങൾ. ടാങ്കർ ലോറി കാറിന് പിന്നിലിടിച്ച ആദ്യ അപകടം. പിന്നാലെ കാർ നിരങ്ങി മറ്റു 2 കാറുകളെ ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു.
പാലക്കാട് കോട്ടായിൽ അസുഖബാധിതയായ അമ്മയും മകനും മരിച്ചു. കോട്ടായി സ്വദേശി ചിന്നയെ വീട്ടിലും മകൻ ഗുരുവായൂരപ്പനെ തൊട്ടടുത്ത പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. അമ്മ മരിച്ച ദുഃഖത്തിൽ മകൻ ഗുരുവായൂരപ്പൻ സ്വയം ജീവനൊടുക്കിയതാകാമെന്നാണ് നിഗമനം. ബാംഗ്ലൂരിൽ മലയാളി ലോറി ഡ്രൈവറെ കുത്തിക്കൊന്നു. മരിച്ചത് നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി ഏലിയാസ് ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട് കൃഷ്ണഗിരിയിൽ. കൊലപാതകം പണം തട്ടാനുള്ള ശ്രമത്തിനിടെയെന്ന് സൂചന. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഓൺലൈൻ തട്ടിപ്പിൽ 1 കോടി രൂപ നഷ്ടപ്പെട്ട അഭിഭാഷകൻ. പണം നഷ്ടമായത് അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറിന്. സൈബർ തട്ടിപ്പ് കേസുകളിൽ കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകനാണ് തട്ടിപ്പിനിരയായത്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപമെന്ന് ആകർഷിച്ച് പണം തട്ടിയെടുക്കുകയായിരുന്നു. കേസെടുത്ത് സൈബർ പോലീസ്. കോഴിക്കോട് ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് വീണ് തീപിടിച്ചു. തെങ്ങ് കടപുഴകി വീണത് മരുത്തോങ്കര ബസ് സ്റ്റോപ്പിന് മുന്നിൽ മൊയിലോത്ര റോഡിനോട് ചേർന്ന്. അപകട സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മലപ്പുറം താനൂരിൽ 14-കാരന് കഞ്ചാവ് നൽകി പീഡനം. 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് കോർമാന്തല സ്വദേശികളായ നവാസ്, പൗരകത്ത് സഫീർ എന്നിവർ. നടന്നു പോകുന്ന വിദ്യാർത്ഥിയെ സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിടിയിലായ നവാസ് കഞ്ചാവ് വിൽപ്പന, കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ്. കൊച്ചി പുറംകടലിൽ LPG കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് ശ്രീലങ്കൻ പൗരൻ ദുഷൻ മധുശങ്ക. അപകടമുണ്ടായത് ലിംറ എന്ന കപ്പലിൽ. പരിക്കേറ്റ ദുഷൻ മധുശങ്കയെ ഹെലികോപ്റ്റർ മാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടം അമിത വേഗത മൂലമെന്ന RTO എൻഫോഴ്സ്മെന്റ്. കാർ ഓടിച്ചിരുന്നത് നഗരപരിധിയിൽ അനുവദിച്ച വേഗതയേക്കാൾ കൂടുതൽ. കാർ ഓടിച്ചിരുന്ന സ്റ്റണ്ട് മാസ്റ്ററുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്തേക്കും. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നാളെ റിപ്പോർട്ട് കൈമാറും. ദേശീയപാത 66-ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് കത്തയച്ച് പൊതുമരാമത്ത് വകുപ്പ്. സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഇടങ്ങളിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടായത് പരിശോധിക്കണം. സുരക്ഷ ഉറപ്പാക്കാൻ വിദഗ്ധരുടെ സഹായത്തോടെ സാങ്കേതിക പരിശോധന ഉറപ്പാക്കണമെന്നും കത്തിൽ. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഇടപെടൽ ശിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. വലപ്പാട് മണപ്പുറം ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതി ധന്യ മോഹന്റെ ഭർത്താവ് വസന്തിനായി അന്വേഷണം ഊർജിതം. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഭർത്താവിന്റെ ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന കണ്ടെത്തൽ. ധന്യ മോഹന്റെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. വസന്ത് വിദേശത്തേക്ക് കടക്കാതിരിക്കുവാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ്. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. 169 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 211 പോളിംഗ് ബൂത്തുകൾ സജ്ജം. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ഉപതെരഞ്ഞെടുപ്പ് 2024 ജൂലൈ 1 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്കെതിരെ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. അസോസിയേഷൻകാർ വെറും ഉപദേശികളായി മാറുന്നു. വിമർശനം ഉന്നയിക്കുന്നതിന് പകരം അവരവരുടെ വാർഡുകളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. ആമയിഴഞ്ച രക്ഷാപ്രവർത്തനത്തിൽ സ്കൂബ ഡൈവേഴ്സിനെ ആദരിക്കുവാൻ റെസിഡൻസുകാർ തയ്യാറായില്ലെന്നും മനുഷ്യത്വം വേണമെന്നും മന്ത്രി.
ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ബാധകമെന്ന് ഹൈക്കോടതി. ശൈശവ വിവാഹത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണം. 15-കാരിയെ വിവാഹം ചെയ്തു കൊടുത്ത പിതാവിനും വരനും മഹല്ല് കമ്മിറ്റിക്കുമെതിരെയുള്ള കേസ് റദ്ദാക്കാനാവില്ലെന്നും കോടതി. കോടതി തള്ളിയത് മതപരമായ അവകാശത്തിലാണ് വിവാഹം നടത്തിയതെന്ന പ്രതികളുടെ വാദം. കരുവന്നൂർ കേസിൽ റിമാൻഡിൽ കഴിയുന്ന CPM നേതാവ് PR അരവിന്ദാക്ഷൻ, CK ജിൽസ് എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ജാമ്യാപേക്ഷ അടുത്ത മാസം 2-ന് പരിഗണിക്കും. 55 പ്രതികളുള്ള കേസിൽ മുൻമന്ത്രി AC മൊയ്തീൻ അടക്കം ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സെപ്റ്റംബർ 30-ന് വാദം കേൾക്കാൻ സുപ്രീം കോടതി. വാദത്തിനായുള്ള കരട് പരിഗണനാ വിഷയങ്ങൾ കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ എഴുതി നൽകി. ഇരു സംസ്ഥാനങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ഏതൊക്കെ പരിഗണിക്കണമെന്ന സുപ്രീം കോടതി തീരുമാനമെടുക്കും. ജസ്റ്റിസുമാരായ അഭയ് S. ഓഖ, അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേത്. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നായകനാകുന്ന കുമ്മാട്ടിക്കളിയുടെ ഒഫീഷ്യൽ വീഡിയോ ഗാനം പുറത്ത്. റിലീസായത് യുവൻ ശങ്കർ രാജ് ആലപിച്ച കടൽ പോലെ നെഞ്ചിൽ മോഹം എന്നാരംഭിക്കുന്ന ഗാനം. സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് സംഗീതം പകർന്നത് സുമേഷ് പരമേശ്വരനാണ്. RK വിൻസെന്റ് ശെൽവ സംവിധാനം ചെയ്യുന്ന ചിത്രം സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരി നിർമ്മിക്കുന്നു. ഓഗസ്റ്റ് 9-ന് റിലീസ് ചെയ്യാൻ ഒരുങ്ങി സിദ്ധേഷ് C. ഗോവിന്ദ എഴുതി സംവിധാനം ചെയ്യുന്ന നർമ്മത്തിന് പ്രാധാന്യമുള്ള കന്നഡ ചിത്രം ഇത് എന്താ ലോകവയ്യ. ജിയോ ബേബി ആദ്യമായി ഒരു കന്നഡ സിനിമയിൽ ഭാഗമാകുന്നു എന്ന് പ്രത്യേകയും ചിത്രത്തിനുണ്ട്. ഇത് എന്താ ലോകവയ്യ കർണാടക കേരള അതിർത്തി ഗ്രാമത്തിൽ നടക്കുന്ന സാമൂഹിക പ്രാധാന്യമുള്ള ആക്ഷേപഹാസ്യ ചിത്രം. കന്നഡ, മലയാളം, തുളു, കൊങ്കണി, ബേരി ഭാഷകൾ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. പൊറാട്ട് നാടകത്തിന്റെ ടീസർ പുറത്തിറങ്ങി. നൌഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സൈജു കുറുപ്പ് പ്രധാന കഥാപാത്രമാകുന്നു. മോഹൻലാൽ, ഈശോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സുനീഷ് വാരനാട് ഒരുക്കുന്ന ചിത്രം ആക്ഷേപഹാസ്യ ഫോർമാറ്റിലാണ്. മണിക്കുട്ടി എന്നു പേരുള്ള പശുവും നിർണായക കഥാപാത്രമാകുന്ന പൊറാട്ട് നാടകത്തിൽ രാഹുൽ മാധവ്, ധർമ്മജൻ ബോൾഗാട്ടി, രമേശ് പിഷാരടി തുടങ്ങിയ വലിയ താരനിരയുമുണ്ട്. ചിത്രത്തിന്റെ സംഗീത സംവിധാനം രാഹുൽ രാജാണ്. 2024 തമിഴിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ധനുഷിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം രായൻ. 3 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ തിയേറ്റർ കളക്ഷൻ 75 കോടിയിലധികം. ചിത്രത്തിൽ ധനുഷിനൊപ്പം SJ സൂര്യ, അപർണ ബാലമുരളി, കാളിദാസ് ജയറാം, പ്രകാശ് രാജ്, സെൽവരാഘവൻ, സന്ദീപ് കിഷൻ, ദുഷാര വിജയൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ധനുഷിന്റെ 50-ാം ചിത്രമായി എത്തിയ രായനിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ധനുഷ് എത്തുന്നത് ടൈറ്റിൽ റോളിലാണ്. ആസിഫ് അലി നായകനായി അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ലെവൽ ക്രോസ് തിയേറ്ററിൽ നിന്ന് 91 ലക്ഷം നേടിയെന്ന റിപ്പോർട്ട്. 3-ാം ദിവസം മാത്രം 35 ലക്ഷമാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയത്. ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രമായ ലെവൽ ക്രോസിന്റെ കഥയും തിരക്കഥയും അർഫാസിന്റേതാണ്. തന്റെ ആരോഗ്യാവസ്ഥയെപ്പറ്റി വിശദീകരണം നൽകി നടൻ സംഗീത് പ്രതാപ്. നിങ്ങളുടെ കരുതലിന് നന്ദി, പരുക്കുകൾ ഭേദമായി വരുന്നു എന്ന സംഗീത്. അപകടവുമായി ബന്ധപ്പെട്ട് താൻ കേസ് കൊടുത്തു എന്ന പ്രചരണം തെറ്റെന്നും സംഗീത്. താരത്തിന് വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയത് ബ്രൊമാനസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനിടെ. മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചുലർ എന്ന പുതിയ മലയാള ചിത്രത്തിന്റെ 3rd ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. കരിങ്കുന്നം 6 എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ദീപു കരുണാകരൻ ഒരുക്കിയ ചിത്രത്തിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ, അനശ്വര രാജൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.